ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. മുള്ളൂർക്കര ടൗൺ പള്ളിയിൽ റമദാനിലെ വിടവാങ്ങൽ ജുമാ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേർന്നു. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة. മുള്ളൂർക്കര ടൗൺ പള്ളിയിൽ റമദാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വിശ്വാസികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വരാനിരിക്കുന്ന പെരുന്നാളിന് മുൻപുള്ള അവസാന വെള്ളിയാഴ്ചയായതിനാൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെത്തിയത്. റമദാനിലെ പുണ്യകരമായ അവസാന പത്തിൽ പാപമോചനത്തിനായി പ്രാർത്ഥന നിരതരായി വിശ്വാസികൾ പള്ളിക്കകത്തും പുറത്തുമായി നിരന്നു. മുള്ളൂർക്കര ടൗൺ പള്ളി ഖത്തീബ് അഷ്റഫ് ദാരിമി താഴക്കോട് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും റമദാൻ സന്ദേശം നൽകുകയും ചെയ്തു. ഓർക്ക് ജോലി ഉണ്ടാവില്ല, വീടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു സൈസ് ഹാവിലായ ആൾക്കാരുണ്ടാവില്ല. അതാണ് ഫക്കീർ. മിസ്കിൻ എന്ന് പറഞ്ഞാൽ വീടും കാര്യങ്ങളും തൊഴിലും ഒക്കെ ഉണ്ടാവും, നല്ല സ്ഥിരപ്പെട്ട് നടക്കണൊക്കെ ഉണ്ടാവും, പക്ഷേ ഒന്നും ഉണ്ടാവില്ല ഉള്ളിൽ. ഇപ്പൊ നമ്മളെപ്പോലത്തെ കുറെ ആൾക്കാർക്ക് മിസ്കിന്മാരാണ്. നടത്തകരെ കണ്ടാണല്ലോ ഓന് ഏത് കോടീശ്വരൻ സ്ഥിരക്കാർ ചുടിയാതെ എല്ലാ ദിവസവും ആ ബലം വെച്ച ഷർട്ടൊക്കെ ഇട്ടൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മളെ ഗൾഫിലെ പ്രവാസികളൊക്കെ അങ്ങനെ തന്നെ കാരണം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്കാണ് ഈ മുത്തും സക്കാത്തും ഒക്കെ കൊടുക്കേണ്ടത്, നല്ല കൂലിട്ട് വരും. അപ്പൊ അല്ലാതെ മറ്റുള്ള ആളുകൾക്കൊന്നും എന്തെങ്കിലും എന്ത് ചെയ്യരുത്, കൊണ്ടേ കൊടുക്കരുത് എന്നാണ് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും വേണം. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അവസാനത്തെ പത്തിലാണുള്ളത്. അവസാനത്തെ പത്തിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഈ ഒറ്റയായി വരുന്ന ഓരോ രാത്രികളിലാണ്. ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ എന്ന് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടാടുന്ന ദിവസം വരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച, നോമ്പ് 26. അപ്പൊ അതുകൊണ്ട് ആ ഒരു തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് തറാവീഹ് നിസ്കാരത്തിന് കാര്യം പറയാൻ നല്ലത്. ഓരോ ദിവസം കുറഞ്ഞിങ്ങനെ വരും. നല്ല പുണ്യമുള്ള രാത്രി വരുമ്പോ നമ്മൾ ആ രാത്രിയിൽ ഹയാത്താക്കുന്നതിന് പകരം നമ്മൾ ഹയാത്താക്കുന്നുണ്ട്, അതില്ലാതെ ഞാൻ പറയില്ല. പക്ഷെ അവിടെ തുണിഷാപ്പുകളിലും മറ്റും നമ്മുടെ ഭാര്യമാരോടൊപ്പം പോയിട്ട് അവിടെ ഹയാത്താക്കുക. ലോക സമാധാനത്തിന്റെയും യുദ്ധങ്ങൾ അവസാനിക്കുന്നതിനായും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പള്ളി പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി ഉമ്മർ മാഷ്, ട്രഷറർ CKM ഷംസുദ്ദീൻ തുടങ്ങിയ ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ വിടപറയലിലേക്ക് അടുത്തു വരികയാണ്. ഈ റമദാനിലെ അവസാനത്തെ 10 എന്ന് പറയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും എല്ലാം 10 നിർണയിക്കപ്പെട്ട അവസാന 10 വെള്ളിയാഴ്ചയിൽ ജുമാ കഴിഞ്ഞിട്ടാണ് വിശ്വാസികളെല്ലാം ഇരിക്കുന്നത്. ഈ ജുമയിൽ തന്നെയുള്ള പ്രത്യേകത പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ യുദ്ധത്തിന് സഹായം തേടിക്കൊണ്ടുള്ള നാസിരത്തിൻ്റെ കുനൂത്ത് എന്ന് പറയപ്പെടുന്നതും ബഹുമാനപ്പെട്ട ഖാദി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും എല്ലാം നിർദ്ദേശപ്രകാരം നിശ്ചയിക്കപ്പെട്ട അന്ന് മുതൽ എല്ലാ വക്കത്തിലും ഇവിടെ നടന്നു വരികയാണ്. അത് മാത്രമല്ല, വിശുദ്ധമായ റമദാനിനെ വിട പറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിശ്വാസികളിലേക്ക് ഏറ്റവും അധികം അതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള
അള്ളാഹു എന്ന് പറയപ്പെടുന്ന ദയാലുവായ റബ്ബ് ഏറ്റവും അധികം പാപമോചനം നൽകാൻ ആഗ്രഹിക്കുന്നവരും അടിമകൾ പാപമോചനം തേടിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നു. അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലെ വെള്ളിയാഴ്ചയിലെ പ്രവർത്തനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന പുണ്യരാവുകളെ വരവേൽക്കാൻ പള്ളികളിൽ ഇത്തിക്കാഫിരിക്കുന്ന വിശ്വാസികളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.